എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു മെഴുക്ക് വരട്ടിയാണ്, അല്ലെങ്കിൽ ചിലർ ഉപ്പേരി എന്ന് പറയും. അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിന് വേണ്ടി അടുപ്പിൽ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇടാറുണ്ട്. ഇവിടെ അങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്നും കളർ ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടും സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മൂന്ന് ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലുപ്പമുള്ളതായിരുന്നു. പിന്നെ ഒരു സവാളയും കൂടെ എടുത്ത്, വലിയൊരു സവാളയും കൂടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി, തേങ്ങാക്കൊത്തിൻ്റെ കളർ ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പം ഇത് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി അങ്ങ് ഇതാക്കാൻ നിൽക്കരുത് കേട്ടോ, കരിഞ്ഞു പോവേ. അതുകൊണ്ട് അത്യാവശ്യം ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ബീട്രൂട്ട് മെഴുക്ക് വരട്ടിക്ക് ബീട്രൂട്ട് ഇച്ചിരി വാടിയ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഒന്ന് വെള്ളം ഇച്ചിരി വലിഞ്ഞ ഇച്ചിരി വാടിയ ബീട്രൂട്ട് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളത് കളയരുത്. അത് വെച്ചിട്ട് നിങ്ങൾ മെഴുക്ക് വരട്ടി ഒന്ന് വെച്ച് നോക്കി. നല്ല ടേസ്റ്റ്. ഒന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ എന്നാലും അങ്ങനെ അത് വെച്ചിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങനെയുള്ളൊരു ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് ഇവിടെ മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പം എളുപ്പമുണ്ട്, അത് വാടി വരാനും എളുപ്പമുണ്ട്, നമ്മൾ വേവിക്കുമ്പോഴേ. അപ്പം അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണ ഇതിൻ്റെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിപ്പം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളർ ആകാൻ വേണ്ടി നിങ്ങൾ നോക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തേങ്ങാക്കൊത്തിൻ്റെ കളറ് ചേഞ്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്ന മഞ്ഞളും ഉപ്പുമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മഞ്ഞളും ഉപ്പും കൂടെ ചേർക്കാൻ പോവാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത്രയും ഇട്ടിട്ടുണ്ട്. നിങ്ങളും അതനുസരിച്ച് നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് എന്തുമാത്രം എടുത്തിട്ടുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാം ചേർക്കുമ്പം കാരണം ബീട്രൂട്ട് ഒന്ന് അമങ്ങി കഴിയുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഉപ്പൊക്കെ ഇടുമ്പം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഉപ്പായിരിക്കും. ഇത് പകുതിയായി തീരും നമ്മൾ മെഴുക്കോട്ടി വെക്കുമ്പോൾ. അതുകൊണ്ട് ഉപ്പൊക്കെ ചേർക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഉപ്പാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും എന്താണെങ്കിലും ചേർക്കുമ്പം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഉപ്പായിരിക്കും, നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോലെ വരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ അടച്ച് വെക്കണം. ചിലർ വെള്ളം ഒഴിച്ച് വേവിക്കും, ഞാനിപ്പം ഇത് അടച്ച് വെച്ചാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്നൊന്ന് വേകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണേ നമ്മളിത് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ തീ ഒത്തിരി കൂടുതലായാലും അടിക്ക് പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് ഇവിടെ എന്തായി നോക്കാം. ഞാൻ അടച്ച് വെച്ചിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. എന്നോ ഇതിനകത്ത് ഇപ്പം വെള്ളത്തിൻ്റെ മയം കണ്ടോ, ആവി വെള്ളത്തിൽ തന്നെ വന്നിരിക്കുന്നതാണ്. വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു ആവിക്കിരുന്ന് തന്നെയാണ് ഇത് വേകുന്നത്. തീ കുറച്ചിട്ട് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അതുപോലെ അടച്ചു വെച്ച് വേവിക്കുക. ബീട്രൂട്ട് ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് ഇടാനുള്ള താല്പര്യമുള്ളവർക്ക് ആദ്യം തന്നെ പച്ചമുളക് ഇതിൻ്റെ കൂടെ കീറി ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഇത്ര മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ എരിവ് കുറച്ച് മതി, വളരെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ല എരിവാണ് ഈ പ്രാവശ്യത്തെ മുളക് പൊടിക്ക്. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഞെക്കി നോക്കുമ്പോൾ അറിയാം അത് മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ അത് നട്ടാതെ വെന്തു എന്നാണ്. അപ്പം പിന്നെ ഒത്തിരി ഇട്ട് കുഴഞ്ഞു പോകാതെ അതൊന്ന് മുളകൊക്കെ പുരട്ടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട്
ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടച്ചു വെക്കുക. അതിന് ശേഷം നിരത്തിയിടുക. ഒത്തിരി വെളിച്ചെണ്ണ വാരിക്കൂരി ഒഴിച്ച് ഇതാക്കണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മുളക് പൊടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ചതാണ്. നമുക്കതൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. നിരത്തിയിട്ട് ഇത് നമുക്ക് തോർത്തിയെടുക്കാം. ബീട്രൂട്ട് ഒത്തിരി ഹെൽത്തി ആണ്. നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുകയാണെങ്കിൽ ലിവർ ക്ലീൻ ചെയ്യാനൊക്കെ ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പം അതുകൊണ്ട് ABC ജ്യൂസ് എന്ന് പറയും. ബീട്രൂട്ടും ക്യാരറ്റും ആപ്പിളും ഒത്തിരി നല്ലതാണ്. അപ്പം ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പം ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് വെള്ളം ഒരു ആവി വെള്ളമൊക്കെ ഒന്ന് മാറി നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒന്ന് തോർത്തിയെടുത്തിട്ടുണ്ട്. നമുക്കൊരല്പം വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി അപ്പോൾ ഇവിടെ റെഡിയാകും. നല്ലതാണ്, ടേസ്റ്റിയാണ്, കുട്ടികളൊക്കെ കഴിക്കും. തോരൻ വെച്ചാൽ ചിലവർ കഴിക്കില്ല. അപ്പം ഇതുപോലെ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും കഴിച്ചോളും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഗ്യാസ് ഞാനിവിടെ ഓഫാക്കുകയാണ്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.